നിന്നിലേക്ക് ഭാഗം 85. ഇടുപ്പിൽ മുറുകുന്ന മിഥുവിൻ്റെ കൈകൾക്കൊപ്പം ചുണ്ടിലറിയുന്ന ചൂട്. തളർന്നുപോയി ഐഷു. അവനെ തള്ളിമാറ്റാൻ പോലും കൈകൾ ചലിക്കുന്നില്ല. പക്ഷേ ഞൊടിയിടയിൽ മിഥു അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞതും വിറച്ചുകൊണ്ടവൾ അവനെ അള്ളിപ്പിടിക്കുക തന്നെ ചെയ്തു. കണ്ണുകൾ അടഞ്ഞുപോയി. ആദ്യമായി അറിയുന്ന ലഹരി. ആദ്യ ചുംബനം. മിഥുവിൻ്റെ കണ്ണുകളും അടഞ്ഞുപോയി. അവൻ്റെ ഹൃദയമിടിപ്പ് അവളുടെ ശരീരം പോലും അറിയും പോലെ അവളെ വെരിഞ്ഞു മുറുക്കിപ്പോയി മിഥു. ഇരുതളങ്ങളും ഒരുപോലെ അവൻ സ്വന്തമാക്കുമ്പോൾ കൂമ്പിയടഞ്ഞുപോയ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് മിഴിഞ്ഞുപോയി. ശ്വാസം കിട്ടാതെ അവളൊന്ന് പിടഞ്ഞു. അത് മനസ്സിലായതുപോലെ മിഥു അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ അകറ്റി മാറ്റിക്കൊണ്ട് അവളെ നോക്കി. മിഥുവേട്ടാ. അവൻ്റെ ചുണ്ടുകൾ അകന്നതും വിറയലോടെ ഐഷു വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും മിഥു അവളുടെ ചുണ്ടുകളെ വീണ്ടും പൂർണ്ണമായും കവർന്നെടുത്തിരുന്നു. ഇനിയും അവനിൽ നിന്നും ഒരകൽച്ചയില്ലാത്തതുപോലെ ഐഷു അവനിലേക്ക് ചേർന്നുപോയി. അല്പനേരത്തിന് ശേഷം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ കിതപ്പോടെ കണ്ണു നിറച്ചു നോക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി. മിഥു അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൾ പതുങ്ങി നിന്നു. വല്ലാതെ ഇരുവരും കിതയ്ക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. ഈശ്വര, എന്തൊക്കെയാ നടക്കുന്നേ? മിഥുവേട്ടൻ എന്നെ. അവൾ തേങ്ങി. കൈകൾ അവനിൽ മുറുകി. ഇതൊരു സ്വപ്നമാവരുതേ. ആ പാവം പെണ്ണ് അപ്പോഴും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ഐഷു. മിഥു ആർദ്രമായി വിളിച്ചു. അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് മുഖം ഒന്നുകൂടി പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൾ മൂളി. ഇപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ മൂളി. ആണോ? എന്നാ വാ, ഒന്നുകൂടി തരാം. ഇപ്പൊ തന്നതുപോലെ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ അവനെ മിഴിച്ചു നോക്കി. അത് കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി വെച്ച് അവളെ വരിഞ്ഞു മുറുക്കി പുണർന്നു. എന്തെങ്ങനെയൊക്കെ? എനിക്ക് വിശ്വസിക്കാൻ. അവൾ ഇടർച്ചയോടെ പറഞ്ഞു. ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ് ഐഷു എനിക്ക് നിന്നെ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി പ്രണയാതുരമായി പറഞ്ഞു. മിഥുവേട്ടാ. കണ്ണ് നിറച്ചുകൊണ്ട് അവൾ വിളിച്ചു. നിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും ഒരു സൂചന പോലും നീ എനിക്ക് തന്നിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു. ഐഷു വേദനയോടെ ഒന്ന് ചിരിച്ചു. നിന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ. അവൻ പറഞ്ഞു വന്നത് നിർത്തി. ഇപ്പോൾ. ആകാംക്ഷയോടെ അവനെ നോക്കിയവൾ. അവൻ അവളുടെ കവിളിൽ തലോടി. ഒരുപാട് ഇഷ്ടം എനിക്ക്. പ്രണയാണ്. അവൻ പറഞ്ഞു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. കണ്ണുകൾ ചുവന്നു കലങ്ങി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ എങ്ങനെ അറിഞ്ഞു എല്ലാം? അവൾ ചോദിച്ചു. നീ തന്നെയല്ലേ പറഞ്ഞത് ഐഷു? അവൻ ചോദിച്ചു. അവൾക്ക് മനസ്സിലായില്ല. ഞാനോ? എപ്പോ? അതിപ്പോഴല്ലേ? അവൾ ചോദിച്ചു. അല്ലല്ലോ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ നീ പറഞ്ഞിട്ടുണ്ട്. അവൻ പുഞ്ചിരിച്ചു. അവൾ അവനെ മിഴിച്ചു നോക്കി. ഇങ്ങനെ മിഴിച്ചു നോക്കാതെ പെണ്ണെ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. അവൻ അവളെ ചേർത്തു പിടിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ താളം കേട്ട് കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ സത്യയോട് ഐഷു പറഞ്ഞ അവളുടെ പ്രണയത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു മിഥു. സത്യയ്ക്കൊപ്പം അവളുടെ മനസ്സ് അവനും അറിഞ്ഞ ആ ദിവസം. അതിനുശേഷം ഐഷുവിൽ നിന്നും അവൻ അകന്നു നിന്നത്. പതിയെ എപ്പോഴോ ആ പെണ്ണിനെ അവൻ പോലും അറിയാതെ അവൻ പ്രണയിച്ചു തുടങ്ങിയത്. ഇന്നീ നിമിഷം അവളോട് സത്യങ്ങൾ പറയും മുന്നേ ശിവയോട് അവൻ്റെ മനസ്സ് തുറന്നത്. ഐഷുവിനെ തനിക്ക് വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാം അവൻ അവളോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞതും ഐഷു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിഥുവേട്ടാ. കരഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ ഐഷു. പ്രണയമായതുകൊണ്ട് തന്നെയാ. ഉള്ളിലെ പ്രണയം മൂടിവെച്ച് ഏഞ്ചലിനായി നീ മാറിക്കൊടുത്തത് എന്തിനാ? അന്നേ പറയായിരുന്നില്ലേ എന്നോട്? അവൻ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ മിഥുവേട്ടൻ്റെ സന്തോഷം കാണാനായിരുന്നു ഐശ്വര്യ ആഗ്രഹിച്ച്. അതിനെൻ്റെ മൗന നല്ലതെന്ന് തോന്നി. പക്ഷെ പിന്നീട് നിങ്ങൾ വേദനിക്കുന്ന കണ്ടപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ട് മിഥുവേട്ടാ.
അവൾ വിങ്ങുന്ന മുഖത്തോടെ പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഇരുവരും കരയുക തന്നെയായിരുന്നു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ പതിയെ ഇരുവരുടെയും ഹൃദയതാളം ഒന്നായി ഒഴുകുന്നത് ഐഷു അറിയുന്നുണ്ടായിരുന്നു. ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിയുന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ അവനെ നോക്കി. എന്താ ഐഷു? അവൻ ചോദിച്ചു. ഏട്ടനപ്പോൾ എല്ലാം അറിയായിരുന്നോ? അമ്പരപ്പോടെ അവൾ ചോദിച്ചു. മിതു പുഞ്ചിരിച്ചു. അവൻ ഇന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചതുപോലും നിന്നെ സ്വീകരിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ പ്രണയം അറിഞ്ഞപ്പോൾ അവനും ഞെട്ടിപ്പോയി. ഇന്നത്തോടെ ഈ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നു ആ തിണ്ടി. അതിനു വേണ്ടിയാ ഓരോ കള്ളം പറഞ്ഞ് അവൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവൻ മുഖം വീർപ്പിച്ചു. ഐഷുവിന് ചിരി വന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നൂലേ എനിക്ക് ഏട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോയെന്നൊക്കെ ചോദിച്ചത്? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നിന്നിൽ നിന്ന് തന്നെ എല്ലാം കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഐഷു, മിതു പറഞ്ഞു. അവൾ നിറകണ്ണുകളോടെ തലയാട്ടി. പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ കൂർത്തു. അത് കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ ഐഷു? മിതു ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ വിവാഹമാണെന്ന് നേരത്തെ എന്നോട് പറഞ്ഞതോ? പ്രണയമാണെന്ന് പറഞ്ഞതോ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. മിതുവിൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. അത് പിന്നെ സത്യമല്ലേ, എനിക്ക് പ്രണയമാണല്ലോ. പക്ഷെ അത് നിന്നോടാണെന്ന് മാത്രം. അവൻ അവളുടെ കവിളിൽ പിച്ചി. അപ്പോൾ വിവാഹം? അവൾ പുരികമുയർത്തി. അത് പിന്നെ അത് നീ ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടി ചെറിയൊരു കള്ളം. അല്ല, ഇനിയിപ്പോൾ വിവാഹം പെട്ടെന്ന് നടത്താലോ. ശിവ ഇപ്പം തന്നെ അവിടെ എല്ലാവരോടും പറഞ്ഞു കാണും നമ്മുടെ കാര്യം. ഇവിടെയും അമ്മയോട് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കെട്ടാടി. ഇനിയും കാത്തിരുന്ന എൻ്റെ മൂക്കിൽ പല്ല് വരും. അവൻ ഇളിച്ചു. ദുഷ്ട, എന്നെ കുറച്ചു മുന്നേ എന്തുമാത്രം വിഷമിപ്പിച്ചു. തുറന്നു പറയായിരുന്നില്ലേ? അവൾ ഓരോന്ന് പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അടിക്കാൻ തുടങ്ങി. അവൻ ചിരിയോടെ അവളുടെ കൈ പിടിച്ച് വെക്കാൻ നോക്കി. പെണ്ണപ്പോഴും അവനെ അടിക്കുക തന്നെയാണ്. ഐഷു! അവൻ പെട്ടെന്ന് അവൻ്റെ കഴുത്തിൻ്റെ അടുത്തായി കാണുന്ന മുറിവിൽ പൊത്തിപ്പിടിച്ചു. ഐഷു വിറയലോടെ കൈയെടുത്തു. അയ്യോ, വേദനിച്ചോ? ഞാൻ അറിയാതെ. അവൾ വെപ്രാളത്തോടെ അവൻ്റെ കൈ പിടിച്ചു മാറ്റി അവൻ്റെ കഴുത്തിലേക്ക് ഊതിക്കൊടുത്തു. സോറി മിതുവേട്ടാ, ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പെണ്ണ്. അവൻ ചിരിയോടെ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല ഐഷു, ഞാൻ വെറുതെ കാണിച്ചതാ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചു. ഞാൻ പോവാ, എന്നെ വിട്. അവൾ പരിഭവത്തോടെ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. ഐ ലവ് യു ഐഷു. അവളെ ചേർത്ത് പിടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ പ്രണയത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. മിതുവേട്ടാ, അവൾ നേർത്ത സ്വരത്തിൽ വിളിച്ചു. കാത്തിരിപ്പായിരുന്നു ഇതുവരെ. നിന്നിലേക്ക് ചേരാനുള്ള ദൂരമായിരുന്നു ഇതുവരെയും. ഇനിയും കാത്തിരിക്കാൻ വയ്യ ഐഷു എനിക്ക്. എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ? അവൻ ആർദ്രമായി ചോദിച്ചു. അവനെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി ആ വിരിനെറ്റിയിൽ ഐഷു പതിയെ അവളുടെ ചുണ്ടുകൾ അമർത്തി വെച്ചു. അവളുടെ സമ്മതമായിരുന്നു അത്. അവനൊന്ന് ചിരിച്ചു. അവൾ അവനിൽ നിന്നും ചുണ്ടുകൾ അകത്തി മാറ്റിയതും മിതുവിൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു. ആ നോട്ടം കണ്ട് ഐഷുവിൻ്റെ ചുണ്ടുകൾ വിറച്ചു. മിതുവേട്ടാ, അവൾ വിളിച്ചു. ഒരിക്കൽ കൂടി വേണമെനിക്ക്, അവൻ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ പറഞ്ഞു. ഐഷുവിൻ്റെ മുഖം ചുവന്നു. അവൾ ഇല്ല എന്ന് തലയാട്ടി. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. നീ തരണ്ടടി കാന്താരി, ഞാൻ തന്നെ എടുത്തോളാം. അവളെ കൂർപ്പിച്ചു നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മിതു അവളുടെ മുഖം പിടിച്ചുയർത്തി പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. പതിയെ അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു നിൽക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളും അവനെ തിരികെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. ഐഷുവിൻ്റെ കാത്തിരിപ്പ്, അവളുടെ പ്രണയം, എല്ലാം അവൾക്ക് സ്വന്തമായ നിമിഷം. ഇനിയുള്ള അവളുടെ കാത്തിരിപ്പ് അവൻ്റെ താലി അണിഞ്ഞുകൊണ്ട് അവൻ്റെ മാത്രമാവാനുള്ള ദിവസത്തേക്ക് വേണ്ടിയായിരുന്നു. ശിവയുടെ നെഞ്ചോട് ചേർന്നിരുന്ന് അവനോട് തൻ്റെ ഉള്ളിലെ പ്രണയമായവനെക്കുറിച്ചും അവനിലെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് മിതുവിൽ നിന്നും അകന്നു നിന്ന തൻ്റെ വേദനകളുമെല്ലാം ഐഷു തുറന്നു പറഞ്ഞു. വാക്കുകൾ കൊണ്ട് അവൾക്കൊരു സാന്ത്വനമേകിയില്ലെങ്കിലും ശിവയുടെ കൈകൾ ഐഷുവിൻ്റെ തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അവരുടെ അടുത്തായി തന്നെ
സാഗറും പാറുവും മിത്രയും ഭദ്രയും വിച്ചുവും ദേവയാനിയും ദിനകരനും മിതുവുമെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഏട്ടാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഐഷു തേങ്ങലോടെ അവനെ വിളിച്ചു. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി അതൊന്നും ഓർക്കണ്ട. ഇതുവരെ കരഞ്ഞില്ലേ നീ? ഇനി മതി. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിന്റെ പ്രണയം നിന്നിലേക്ക് തന്നെ എത്തിച്ചേർന്നില്ല ഐഷു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ പതിയെ ചുംബിച്ചു. ഐഷു കണ്ണുകൾ തുടച്ച് ശിവയെ നോക്കി പുഞ്ചിരിച്ചു. ഐഷുവിൻ്റെ കണ്ണുകൾ മിതുവിലേക്ക് നീണ്ടു. അവളെ തന്നെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്നവനെ കണ്ട് ഐഷു പിടച്ചിലോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി. മിതുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. മിതുവിനോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം അവൻ തന്നെയാണ് അവളെ പാലക്കലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും ശിവസാഗറിനോടും പാറുവിനോടും ഐഷുവിൻ്റെയും മിതുവിൻ്റെയും കാര്യം പറഞ്ഞിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാർവതി കരഞ്ഞുപോയിരുന്നു. തൻ്റെ മകൾക്കുള്ളിൽ ഇത്രയും വലിയൊരു സങ്കടം ഉണ്ടായിട്ടും അതറിഞ്ഞില്ലല്ലോ എന്ന നോവ് സാഗറിലും ഉണ്ടായിരുന്നു. തങ്ങളുടെ മകളുടെ സന്തോഷം എന്താണോ അത് നടത്തിക്കൊടുക്കാൻ തന്നെയാണ് ആ മാതാപിതാക്കൾ തീരുമാനിച്ചത്. മിതുവിൻ്റെ വീട്ടിലും ദിനകരൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ദേവയാനി അയാളോടും ഐഷുവിൻ്റെയും മിതുവിൻ്റെയും കാര്യം അവതരിപ്പിച്ചു. കേട്ടപ്പോൾ അയാൾക്കും സന്തോഷം. അങ്ങനെ ഇരു കുടുംബവും കൂടി ഒരുമിച്ചിരുന്ന് ഐഷുവിൻ്റെയും മിതുവിൻ്റെയും വിവാഹകാര്യം ചർച്ച നടത്തുകയാണ്. ഐഷു ശിവയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും താമസിയാതെ അവരുടെ വിവാഹം നടത്താൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം. ഞാൻ പണിക്കരെ വിളിച്ചിരുന്നു സാഗർ. എൻഗേജ്മെൻറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വരുന്ന 19-ന് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദിവസം വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണെന്ന്. പിന്നുള്ള ഡേറ്റ് പുറകിലേക്കാ, 13-ന്. അതൊരുപാട് ഇങ്ങ് എത്തിയില്ലേ? പിന്നെയുള്ളത് 2 മാസം കഴിഞ്ഞിട്ടാ. എന്താ തൻ്റെ അഭിപ്രായം? ഇനി എൻഗേജ്മെൻറ്റ് നടത്തിയ ശേഷം മതി വിവാഹം എന്നുണ്ടെങ്കിൽ നമുക്ക് 19-ന് എൻഗേജ്മെൻറ്റ് നടത്താം. 2 മാസം കഴിഞ്ഞിട്ട് വിവാഹം. എന്തു പറയുന്നു? ദിനകരൻ സാഗറിനോട് ചോദിച്ചു. സാഗർ പക്ഷേ ശിവയെയാണ് നോക്കിയത്. ശിവ, എന്തോ ചെയ്യണം? അയാൾ ചോദിച്ചു. എൻഗേജ്മെൻറ്റ് വേണോ പപ്പ? അതും കഴിഞ്ഞ് മാരേജിന് പിന്നെ 2 മാസമല്ലേ? നമുക്ക് നല്ലൊരു ദിവസം നോക്കി ഡയറക്റ്റ് മാരേജ് ആക്കി എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ശിവ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. അതും ശരിയാ. സാഗർ അത് ശരിവെച്ചു. അല്ല, ഇനി ഒരുമിച്ച് കഴിയേണ്ടവർ മിതു ഐഷു അല്ലേ? അതുകൊണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി തീരുമാനം എന്തും. ഡാ മിതു, എന്താ നിന്റെ മനസ്സിൽ? ഐഷു, മോൾക്കും മോളുടെ അഭിപ്രായം പറയാട്ടോ. ശിവ 2 പേരോടുമായിട്ട് പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഏട്ടാ. എല്ലാം ഏട്ടനും പപ്പയും അമ്മയും മിത്രയും കൂടി തീരുമാനിച്ചാൽ മതി. മിത്രയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് ഐഷു പറഞ്ഞു. മിത്ര അവളെ നോക്കി പുഞ്ചിരിച്ചു. ഭദ്രയോടും മിത്രയോടും മാത്രമായി പറഞ്ഞ തൻ്റെ മനസ്സ് എങ്ങനെ ശിവ അറിഞ്ഞുവെന്ന് ഐഷുവിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ലായിരുന്നു. എല്ലാത്തിനും പിറകിൽ മിത്ര തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളത് മിത്രയോട് ചോദിച്ചപ്പോൾ അവളത് സമ്മതിക്കുകയും ചെയ്തു. ഭദ്രയും വിച്ചുവും എല്ലാവരുടെയും തീരുമാനം അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ്. ഐഷുവിന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലെങ്കിൽ മിഥുൻ, താൻ തൻ്റെ അഭിപ്രായം പറയടോ? വിച്ചു മിഥുവിനോട് ചോദിച്ചു. അത് എനിക്ക് എൻഗേജ്മെൻറ്റ് വേണമെന്നൊന്നുമില്ല. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ മാരേജിന് വീണ്ടും എത്ര കഴിയണം? ഈ പറഞ്ഞ തീയതിക്ക് വിവാഹം നടത്തിയ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അവൻ ഇളിയോടെ പറഞ്ഞു. ഐഷു അവനെ വാ പൊളിച്ചു നോക്കി. ചെക്കന് പക്ഷേ കൂസലൊന്നുമില്ല. 19-ന് വിവാഹം നടത്താനോ? അതിന് ഇന്ന് 10-ാം തീയതി മിതു. അപ്പോൾ ഇനി 9-ാമത്തെ ദിവസം നിങ്ങളുടെ മാരേജ് വേണമെന്നാണോ നീ പറയുന്നേ? ശിവയ്ക്കും ചെറിയൊരു അമ്പരപ്പ് തോന്നാതിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ഐഷുവിൻ്റെ വിവാഹം? അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇനി കുറച്ച് ദിവസം ഉണ്ടാകുള്ളൂ അവള്. അവന് വേദന തോന്നി. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടല്ലോ എന്ന് ഞാൻ കരുതിയുള്ളൂ. മിതു സ്വതവേയുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു. ശിവ സാഗറിനെയും പാറുവിനെയും ഒന്ന് നോക്കി. അവർക്ക് സമ്മതമാണെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിലൊരു നോവുണ്ട്. പപ്പയ്ക്ക് എന്താ പറയാനുള്ളേ? ശിവ അയാളോട് ചോദിച്ചു. ഐഷുവിൻ്റെ വിവാഹം നമ്മുടെ എല്ലാം സ്വപ്നമല്ലേ? അത് എത്ര പെട്ടെന്ന് നടന്നാലും സന്തോഷം തന്നെയാ. പക്ഷേ ഇത്ര ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ പണി കിടക്കും ഇനി? ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, പിന്നെ ഫുഡ്, ഡ്രസ്സ്, ആഭരണങ്ങൾ, അങ്ങനെ എല്ലാത്തിനും കൂടെ ഈ ദിവസം മതിയാവുമെന്നാ?
അയാൾ ആലോചനയോടെ പറഞ്ഞു. ആഭരണങ്ങൾക്ക് എന്തിനാ സാഗർ പപ്പ? എനിക്ക് ഐശുവിനെ മാത്രം മതി. മിതു പുഞ്ചിരിയോടെ പറഞ്ഞു. ഐശു അവനെ പ്രണയത്തോടെ നോക്കി. അത് ഞങ്ങൾക്കറിയാം മോനെ. പക്ഷേ ഞങ്ങളുടെ മകളുടെ വിവാഹം അത് ഞങ്ങളുടെ സ്വപ്നമല്ലേ. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം തന്നെയാ. മോൻ അതിനെതിരെ നിൽക്കരുത്, പാറു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മിതു മിണ്ടിയില്ല. അല്പനേരം ആരും ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ശിവ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. എന്നാ ഇന്നു മുതൽ തന്നെ വിവാഹൊരുക്കങ്ങൾ തുടങ്ങാം പപ്പ. നമ്മളെല്ലാവരും ഇല്ലേ, 9 ദിവസം തന്നെ ധാരാളാ. നമുക്ക് 19-ന് തന്നെ വിവാഹം നടത്താം, ശിവ സാഗറിനോട് പറഞ്ഞു. ഐശുവിൻ്റെയും മിതുവിൻ്റെയും മുഖം വിടർന്നു. ഇനിയും അകന്നു കഴിയാൻ വയ്യായിരുന്നു ഇരുവർക്കും. രണ്ടാളും പരസ്പരം ഒന്ന് നോക്കി. മിതു അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഐശു ചിരിയോടെ തല താഴ്ത്തി. അതെ, കണ്ണോണ്ടുള്ള കളിയൊക്കെ പിന്നീട്. ഞങ്ങൾ മുതിർന്നവരുടെ വലിയ കാര്യങ്ങൾ ചർച്ചിക്കുന്നത് നിങ്ങൾ കാണില്ലേ? മിതുവിനെയും ഐശുവിനെയും നോക്കിയിരുന്ന ഭദ്ര കുറുമ്പോടെ പറഞ്ഞു. മിതുവിൻ്റെ മുഖം വിളറി. അവൻ എല്ലാവരെയും ഒന്ന് പാളി നോക്കി. ഭാഗ്യം, ഒറ്റ ഒരാളുടെ കണ്ണ് മാറിയിട്ടില്ല. എല്ലാം ഞങ്ങളിൽ തന്നെ, അവൻ ദയനീയമായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി ഇളിച്ചു കൊടുത്തു. ശിവയ്ക്ക് ചിരി വന്നുപോയി. എങ്കിലും ഗൗരവത്തോടെ ഒന്ന് മൂളിയവൻ. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഐശു ശിവയോട് പറഞ്ഞു. പറയും മോളെ, നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം ഈ വിവാഹം നടത്താനെന്ന ഏട്ടൻ്റെ ആഗ്രഹം, ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു. ഐശു മിത്രയെ ഒന്ന് നോക്കി. എന്താണെങ്കിലും പറഞ്ഞോ ഐശു? മിത്രയും പറഞ്ഞു. അത് വിവാഹം ചെറിയൊരു ചടങ്ങ് മതിയെന്ന എനിക്ക്, കൂടുതൽ ആളുകളൊന്നും വേണ്ട, അവൾ പതിയെ പറഞ്ഞു. എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ ശിവ, മിതുവും പറഞ്ഞു. അങ്കിളും പപ്പയും എന്തു പറയുന്നു? ശിവ ദിനകരനോടും സാഗറിനോടുമായിട്ട് ചോദിച്ചു. മക്കളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല. സാഗർ, തനിക്കോ? ദിനകരൻ അയാളുടെ അഭിപ്രായം പറഞ്ഞ് സാഗറിനെ നോക്കി. അതെ, പിള്ളേരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, സാഗറും സമ്മതിച്ചു. എന്നാ ഇനി വരുന്ന 19-ന് ഐശുവിൻ്റെ മിഥുവിൻ്റെ വിവാഹം അല്ലേ പപ്പ? ശിവ സന്തോഷത്തോടെ സാഗറിനോട് ചോദിച്ചു. അതേടാ മോനെ, അയാൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒപ്പി. അല്ല, വിവാഹം എങ്ങനെ നടത്തണമെന്നാ നിങ്ങൾക്ക്? ക്രിസ്ത്യൻ ആചാരം അനുസരിച്ചാണോ അതോ ഹിന്ദു ആചാരം അനുസരിച്ചോ? ദേവയാനി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവയുടെ നോട്ടം പാറുവിലേക്കും സാഗറിലേക്കും പോയി. ഇതുവരെ അങ്ങനെ ഒന്ന് അവരാരും ചിന്തിച്ചിട്ട് പോലുമില്ല. സാഗറും പാറുവും ഒന്ന് പുഞ്ചിരിച്ചു. സാഗർ പാറുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവരെ ചേർത്തു പിടിച്ചു. എല്ലാവർക്കും അറിയാലോ, ഞാനും ഇവളും 2 മതത്തിൽപ്പെട്ടവരാ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളെയും ഒരു മതത്തിലും അങ്ങനെ പ്രത്യേകം ചേർത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും സമ്മതം എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വിവാഹം നടത്താം. അതിലൊന്നും ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ജാതി മതം ഒന്നല്ലടോ, എൻ്റെ മക്കളെന്നും സന്തോഷത്തോടെ ജീവിച്ച് കണ്ടാൽ മതി എനിക്ക്, സാഗർ ഇടർച്ചയോടെ പറഞ്ഞു. ഐശു കണ്ണു നിറച്ച് അയാളെ നോക്കി. ഏഞ്ചലിൻ്റെ വിവാഹം ഹിന്ദു ആചാരം അനുസരിച്ചായിരുന്നു. എൻ്റെ അങ്ങനെ തന്നെ. പക്ഷേ ഐശുവിൻ്റെ എങ്കിലും 2 രീതിയിൽ നടത്തണമെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ, ശിവ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെ? ആർക്കും മനസ്സിലായില്ല. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ വെച്ച് നമുക്ക് ഇവരുടെ മനസ്സമ്മതം നടത്താം. അത് കഴിഞ്ഞ് 19-ന് വിവാഹവും, അത് ക്ഷേത്രത്തിൽ വെച്ച് മതി. അങ്ങനെ ആക്കിയാലോ? അതാകുമ്പോൾ അച്ഛനെ കണ്ട് സംസാരിച്ച് മനസ്സമ്മതത്തിൻ്റെ കാര്യം നോക്കാം, ശിവ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, അപ്പോൾ എൻഗേജ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട്? മിത്ര ചോദിച്ചു. എത്രയൊക്കെ പറഞ്ഞാലും പപ്പയ്ക്ക് ആഗ്രഹം കാണും ഒരാളുടെയെങ്കിലും അങ്ങനെ ഒരു ചടങ്ങ് കാണാൻ, ശിവ സാഗറിനെ നോക്കി പറഞ്ഞു. സാഗർ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു. എത്ര നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ മകൻ എന്നെ. അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഇനി വിവാഹം വേണമെങ്കിൽ അങ്ങനെ നടത്താട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, ദിനകരൻ പറഞ്ഞു. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ സാഗർ പള്ളിയിലും മറ്റും വിളിച്ച് മനസ്സമ്മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ശരിയാക്കി. ഒടുവിൽ മനസ്സമ്മതം ഈ മാസം 13-നും വിവാഹം 19-നും എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഐശു മിഥുവിൻ്റേത് മാത്രമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഒടുവിൽ ഇരു കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ച് ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത്.
ഈ സമയങ്ങളിലെല്ലാം തന്നെ നോക്കുമ്പോൾ മാത്രം ഒരുവൾ മുഖവും വീർപ്പിച്ചു നിൽക്കുന്നത് ശിവ കാണുന്നുണ്ടായിരുന്നു. അവൻ കുറുമ്പോടെ മിത്രയെ നോക്കിയിരുന്നു. അവന്റെ നോട്ടം കണ്ടതും വീർത്ത കവിളുമായി മിത്ര അവനിൽ നിന്നും മുഖം തിരിച്ചു. തുടരും.